വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ParuS ParaDiseന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റി പുതിയ മുടി കിളിർക്കാനും നല്ല സ്ട്രെങ്ത് ഉള്ള മുടി വരാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ടിപ്പ് ഇതാണ് കേട്ടോ. നാട്ടിലൊക്കെ ഉള്ളവർക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത്, മുരിങ്ങയിലയാണിത്. അപ്പൊ മുരിങ്ങയില ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ മുടി വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മുരിങ്ങയില നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ല ഒരുപാട് പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങയില. ഈ മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുടി കറുക്കാനും നല്ല ഷൈനിങ് ആയിട്ടുള്ള മുടി ഉണ്ടാവാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. പിന്നെ നമ്മുടെ തലയിലുള്ള താരനൊക്കെ പോയി നല്ല കണ്ടീഷൻ ആയിട്ടുള്ള മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ മുടി കിളിർത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മുരിങ്ങയില ഉപയോഗിക്കുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചിലവരുടെ മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കും, അതായത് ചകിരി പോലെ ഇരിക്കും. എന്നിട്ട് അതിന്റെ അറ്റമൊക്കെ പിളർന്ന് സ്പ്ലിറ്റൻസ് ഒക്കെ വന്ന് പൊട്ടിപ്പോകുന്ന മുടിയുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു പാക്ക് അല്ലെങ്കിൽ അതിന്റെ ടോണിക് എന്ന് പറയുന്നത് ഭയങ്കര ഇഫക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് പ്രത്യേകിച്ച് എന്തായാലും യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അവർക്ക് ബെസ്റ്റ് ആണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുടിയുടെ സ്ട്രാൻഡ്സ് ഉണ്ടല്ലോ, അതിപ്പം ചിലവരുടെ നല്ല തിക്കായിട്ടുള്ള സ്ട്രാൻഡ്സ് ആയിരിക്കും, ചിലവരുടേത് തിന്നായിട്ടുള്ളതായിരിക്കും. ഈ മുരിങ്ങയില ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള സ്ട്രാൻഡ് വരാനും മുടി നല്ല ഉള്ളുള്ളതുപോലെ തോന്നിക്കാനും ഉള്ളു വരാനും നല്ല കട്ടിയിലുള്ള മുടി ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നതാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. പിന്നെ ഈ മുരിങ്ങയില അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒത്തിരി ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡ്രൈ ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു മുരിങ്ങയിലയുടെ പാക്കോ അല്ലെങ്കിൽ ടോണിക്കോ എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്യാവുള്ളൂ. സാധാരണ എത്രയാണോ എണ്ണ അപ്ലൈ ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ അപ്ലൈ ചെയ്തിരിക്കുക. ഡ്രൈ ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാണ്ട് എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകി കൊടുത്തിട്ട് ഇപ്പൊ കൈ കൊണ്ട് ആദ്യം സ്ട്രാൻഡ്സിന്റെ ഈ ഒരു കെട്ടൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് ചീകി കൊടുക്കുക, മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഒത്തിരി കെട്ടിപ്പിടിച്ചിട്ടുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കെട്ടെടുക്കുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മുടി പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ലൂബ്രിക്കേഷൻ എഫക്ട് കാരണം നമ്മുടെ മുടി കെട്ടെടുക്കാൻ എളുപ്പമായിട്ട് മാറും. അപ്പം അങ്ങനെ മുടിയൊക്കെ ചീകിയതിന് ശേഷം ചീകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള വൈറ്റ് ടൂത്ത് ആയിട്ടുള്ള കോംബ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒത്തിരി അടുത്തടുത്തുള്ള ഗ്യാപ്പ് ഇല്ലാത്ത ചീപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കെട്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് വൈഡ് ആയിട്ടുള്ള ടൂത്തുള്ള കോംബ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം മുടി നന്നായിട്ട് കെട്ടെടുത്ത് കൊടുക്കുക. എന്റെ മുടിയിൽ ഇപ്പൊ കെട്ടൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കെട്ടെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലായിട്ട്, കെട്ടെടുക്കുമ്പോൾ ഈ അറ്റം പിടിച്ച് ആദ്യം കെട്ടെടുക്കുക, പിന്നെ മുകളിലേക്ക് പോവാ. ഇതിപ്പോ എന്റെ തലയിൽ അങ്ങനെ കെട്ടൊത്തിരി ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ നന്നായിട്ട് മുടിയുടെ കെട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഓയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് നീലിഭൃങ്ങാതി ഓയിലാണ്. കുറെ പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ നോർമലി അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് കാലമായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കാച്ചിയ വെളിച്ചെണ്ണയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നീലിഭൃങ്ങാതി ഓയിലാണ്. അപ്പൊ ഇതാണത്. ഇതിന്റെ റിവ്യൂ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാം റിവ്യൂ കേട്ടോ. ഞാൻ നോർമലി ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കയ്യിലെടുത്ത് തൊട്ട് വരട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം ഓയിൽ അപ്ലൈ ചെയ്യാം.
എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പാക്ക് ഇടുന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന പാക്ക് ഇടുന്നത് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഞാനിതൊന്ന് കെട്ടി വെക്കാണ് ഇങ്ങനെ. ഇനി നമുക്ക് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു പാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ തലയിൽ തേച്ചിരിക്കുന്ന എണ്ണയൊക്കെ നന്നായിട്ട് റൂട്ട്സിലേക്ക് ഇറങ്ങി ചെല്ലും. അപ്പം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ മുരിങ്ങയില ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ തന്നെ നമുക്ക് പൊട്ടിച്ചിടാം കേട്ടോ. ഓരോ ഇലയായിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ പൊട്ടിച്ചിടാൻ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണിത്. പിന്നെ ഇതിൽ വരുന്ന ഇതേപോലത്തെ മഞ്ഞ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഇതിലൊക്കെ കുറച്ച് മഞ്ഞ ഇലയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റിക്കളയാൻ കേട്ടോ. മുരിങ്ങയില എത്ര കിട്ടുമോ അത്രയും എടുത്താലും നല്ലതാണ്. മുരിങ്ങയില ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു അരക്കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് തേങ്ങാപ്പാൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ മുടിക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ആസ് ഇറ്റ് ഈസ് യൂസ് ചെയ്യാം. അതായത് മുരിങ്ങയില ജസ്റ്റ് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ മുരിങ്ങയില അരച്ചിട്ട് അത് ഒരു പാക്കായിട്ടും അപ്ലൈ ചെയ്യാം, വെറുതെ അപ്ലൈ ചെയ്യാം. പിന്നെ മുടി ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളവരുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഇതിൽ ഒഴിക്കാം. അതായത് വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതോ എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂണൊക്കെ യൂസ് ചെയ്താൽ മതി. അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മുടിയിൽ ഓൾറെഡി എണ്ണ അപ്ലൈ ചെയ്തതുകൊണ്ട് വേറൊരു എണ്ണ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഒരു സ്പൂൺ അലോവേര ജെല്ലാണ്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് ഒഴിക്കുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ എബിയോൺ 400 mg വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്, അതും കൂടി ഒഴിക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലും കൂടി യൂസ് ചെയ്യാം. യാതൊരു പ്രശ്നമില്ല, നല്ലതാണ് ഒലിവ് ഓയിൽ ഹെയർ ഗ്രോത്തിന്. ഇതൊന്നും ചേർത്തില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. മുരിങ്ങയില വെറുതെ അരച്ച് തേച്ചാലും മുടിക്ക് വളരെ നല്ലതാണ്. മുരിങ്ങയില നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഹെയർ കെയർ റൂട്ടീനിൽ നമ്മൾ മുരിങ്ങയില സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. അപ്പം ഞാൻ എണ്ണ അപ്ലൈ ചെയ്ത മുടിയിൽ കുറച്ച് നേരമായി ഇപ്പോൾ എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പാക്ക്. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ.
നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് മാക്സിമം തലയിൽ വെക്കുക. ഉണങ്ങാതെ നോക്കണം കേട്ടോ. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. ഉണങ്ങാണ്ട് നോക്കാം മാക്സിമം. എന്നിട്ട് ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളയുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ആണ്. അത് ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ല ഇതിന്. തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ഫ്രഷ് സ്മെല്ലാണ് ഇതിനുള്ളത്, മുരിങ്ങയിലയുടെയൊക്കെ. അപ്പോൾ നന്നായിട്ട് കഴുകി കളയാം കേട്ടോ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന തേങ്ങാപ്പാലാവട്ടെ, അലോവേര ജെല്ലാവട്ടെ, വിറ്റാമിൻ ക്യാപ്സ്യൂൾ ആവട്ടെ, ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വെറുതെ മുരിങ്ങയില ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇത് നമുക്ക് ഹെയർ പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം, അല്ലാണ്ട് അതിന്റെ ജ്യൂസ് ആയിട്ടും അത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഏത് രീതിയിൽ അപ്ലൈ ചെയ്താലും റിസൾട്ട് ഉണ്ടാവും. നല്ലൊരു പാക്കാണ് ഇത്. ആഴ്ചയിൽ 3 തവണ ചെയ്യുക. അപ്പോൾ തന്നെ ഹെയർ ഫോൾ ആവട്ടെ, ഡാൻഡ്രഫ് ആവട്ടെ, ഇതൊക്കെ നമ്മുടെ തലയിൽ നിന്ന് പോയി നല്ല കറുത്ത മുടി വരാൻ തുടങ്ങും. ചെറിയ ചെറിയ മുടി കിളിർക്കാൻ തുടങ്ങും. കിളിർത്ത മുടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുടി ആവാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ മുരിങ്ങയിലയുടേത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ദിസ് ഇസ് പാർവതി സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.